ഹലോ 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 എന്ത് പറയണു എല്ലാവരും? പിന്നെ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, എന്തെങ്കിലും കുറച്ച് മാങ്ങ വെച്ചുണ്ടാക്കിയെങ്കിൽ അതൊരു മോശമല്ലേ? കമോൺ, ലെറ്റ്സ് ഡു ദാറ്റ്. അപ്പോൾ നമുക്ക് പഴമാങ്ങ വെച്ചിട്ട് ഒരു സ്വീറ്റ് ചെയ്യാം, മാംഗോ പേട. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ശരിയാണ്. ഇന്നിവിടെ 2 മാങ്ങ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അൽഫോൺസോ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ അൽഫോൺസോ മാങ്ങ വേണം നിർബന്ധമില്ല, മധുരമുള്ള നല്ല പുളിയില്ലാത്ത മധുരമുള്ള ഏത് മാങ്ങയും ഉപയോഗിക്കാം. പിന്നെ 1 കപ്പ് പനീർ, ഇനി പനീറിന് പകരം മാവയാണെങ്കിലും ഓക്കെയാണ്. 2 ടേബിൾ സ്പൂൺ പാല്, നേരിയ ചൂടുള്ള പാലിൽ സാഫ്രൻ സ്ട്രാൻസ് ഇട്ട് വെച്ചതായിരുന്നു. പിന്നെ ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡ്, 4 ഏലക്കായ പൊടിച്ചത്, 1/2 കപ്പ് കാഷ്യൂനട്ട്. അത് വെറുതെ പച്ച കാഷ്യൂനട്ടാണ് കേട്ടോ, റോസ്റ്റ് ഒന്നും ചെയ്യാത്തതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ്, 2 നുള്ള് ഉപ്പ്. ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആവശ്യമുള്ളത്. മാങ്ങ മുറിക്കുമ്പോഴേ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ പീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവിടെ ഇങ്ങനെ ഒന്ന് വരഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ മുറിച്ചു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. കാരണം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ മുറിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എല്ലായിടത്തേക്കും അതിങ്ങനെ തെറിച്ച് തെറിച്ച് വീഴും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അത് വിടിയിക്കാതെ തന്നെ മുറിച്ചിട്ട് ചെറിയ ആ പീസുകളിൽ ഇങ്ങനെ വരഞ്ഞിട്ട് മുറിച്ചിടുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കറക്റ്റ് ഇതിലേക്ക് തന്നെ നിന്നോളും. നമ്മൾ ഈ ഫ്രൂട്ട് സാലഡിനും അങ്ങനെയൊക്കെ കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ സാധിക്കും. പിന്നെ മാങ്ങ ചൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നാരില്ലാത്ത മാങ്ങ ചൂസ് ചെയ്യണതാണ് നല്ലത്. അല്ലെങ്കിൽ അതിങ്ങനെ വായിൽ കടിക്കും, സ്വീറ്റ് കഴിക്കുമ്പോൾ. അങ്ങനെ നാരുള്ള മാങ്ങയാണെങ്കിൽ പിന്നെ നമ്മളൊന്ന് അത് പൾപ്പ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം അരിച്ചിട്ട് എടുക്കണം. അപ്പം ഇതിപ്പം അൽഫോൺസോ ആവുമ്പോൾ പിന്നെ അതിനകത്ത് അങ്ങനെ നാരിൻ്റെ പ്രശ്നമില്ല. ഇനിയിപ്പം നെയ്യ് ഒഴിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് നന്നായി അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം മാങ്ങയും കാഷ്യൂനട്ടും കൂടെ അരച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം കാഷ്യൂനട്ട് അരയാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പം മാങ്ങയും കാഷ്യൂനട്ടും പിന്നെ പാല് 2 ടേബിൾ സ്പൂൺ പാലില്ലേ, സാഫ്രൻ കുതിർത്തി വെച്ചത്, അതും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുകയാണേ. ഈ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡും ഈ പനീറും കൂടെ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡിന് പകരമായിട്ട് പാൽപ്പൊടി ചേർത്താലും മതി കേട്ടോ. പാൽപ്പൊടിയും പഞ്ചസാരയും കൂടെ ചേർക്കേണ്ടി വരും. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് എന്ന ബ്രാൻഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, കണ്ടൻസ്ഡ് മിൽക്ക് ആയാൽ മതി. 2 നുള്ളു ഉപ്പ് ചേർക്കുകയാണ്. പനീർ ചേർക്കുകയാണ്. നന്നായി ഒന്ന് അടിച്ചെടുത്തേക്കാം. അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ മധുരം ഒന്ന് ചെക്ക് ചെയ്യണം. ഒത്തിരി മധുരം വേണ്ട എന്നുള്ളവർക്ക് ഇത്ര മതി കേട്ടോ. അതല്ല, നല്ല മധുരത്തിലാണ് ഇത് വേണ്ടതെങ്കിൽ ഒരു 1/4 കപ്പും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർക്കാം. ഇവിടെ അങ്ങനെ ഭയങ്കര മധുരത്തിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇത്
ഇങ്ങനെ തന്നെ നിർത്തുകയാണ്, 3/4 കപ്പിൽ നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ കട്ടിയുള്ള പരന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച ഇത് മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് എല്ലാം ഇതിലേക്ക് ചേർത്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ആക്കുള്ളൂ. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇപ്പോൾ നെയ്യല്ലാത്ത എല്ലാം കൂടെ നമ്മൾ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നോൺ സ്റ്റിക്കിൽ ചെയ്യുമ്പോഴാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. മറ്റേ പാത്രങ്ങളിൽ ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അത്രയും നെയ്യൊക്കെ ഇട്ട് ചെയ്യണം. ഇപ്പം ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല ഇതിൽ. ഇത് ജസ്റ്റ് നമ്മളൊന്ന് റെഡ്യൂസ് ചെയ്തെടുക്കണം ആദ്യം തന്നെ. പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം ഞാനത് ലോ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കുകയാണ് കേട്ടോ. ഓൾമോസ്റ്റ് കൈ വിടാതെ തന്നെ ഇളക്കിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നന്നായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് ആയിക്കോളും. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ചെറുതായി ഇങ്ങനെ കട്ടിയാവാൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നെയ്യ് ഉണ്ടല്ലോ, അതിൽ നിന്ന് പകുതി ചേർത്ത് കൊടുത്തേക്കാം. ഇതിപ്പോൾ ഏകദേശം സോളിഡിഫൈ ആയി തുടങ്ങി. നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുത്തേക്കാം. ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കുറച്ചും കൂടെയൊക്കെ ഇങ്ങനെ കട്ടയായി ഈ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരാൻ തുടങ്ങും. അതുവരെയാണ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടത്. ഏകദേശമൊക്കെ വിട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ആയിട്ടില്ല. ഇനി കുറച്ച് നേരം കൂടെ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മധുരം, പിന്നെ സാഫ്രൺ, ഏലക്കാപ്പൊടി, ഇതൊന്നും ഈ പറഞ്ഞ അളവിൽ അല്ലാതെയും നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാനായിട്ടില്ലാന്ന് തോന്നുന്നു, കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. സാഫ്രൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല, ഏലക്ക മാത്രം മതി, അല്ലെങ്കിൽ മറിച്ചും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച്. ഇത് വളരെ ഒരു എന്താ പറയണ്ട, അങ്ങനെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ലാത്തൊരു റെസിപ്പിയാണ്. ഇത് എളുപ്പത്തിൽ തീർന്നോട്ടെ എന്ന് വിചാരിച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത്രയും പാട് കഴിച്ചതൊക്കെ വെറുതെ ആവൂട്ടാ. ഫ്ലേവർ ഫുള്ളി മാറിപ്പോവും. അതുകൊണ്ട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് ഇച്ചിരി ക്ഷമയോടെ ചെയ്തെടുക്കുക. ഇതാ കണ്ടോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റും. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ആറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പേപ്പറിലേക്കോ മാറ്റി വയ്ക്കാം. ചെറുതായിട്ട് നെയ്യ് കോട്ട് ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് പേപ്പറിലേക്ക് ഞാൻ ഇതെടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് പരത്തി കൊടുത്തേക്കാം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ റൗണ്ടായി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സൈഡ്സൊക്കെ ഇങ്ങനെ അൺഈവൻ ഷേപ്പായി പോവില്ലേ.
ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈവണായി കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ ഒരു ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കുപ്പി വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഇങ്ങനെ ഒരു കൂളിംഗ് റാക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചാൽ കുറച്ച് പെട്ടെന്ന് ആറി കിട്ടും. നിർബന്ധമില്ല കേട്ടോ. അപ്പം ഇനി ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ആറിയതിന് ശേഷം ഇനി ബാക്കി ചെയ്യാം. ഇത് ഫുള്ളി ചൂടാറണതിന് മുന്നേ, അതായത് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ വലിയ ഭാഗം എടുക്കാം. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതായത് ഫുൾ ചൂടാറണതിന് മുന്നേ ഈ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്യാണ്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് റോൾ ചെയ്തിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ ഫുള്ളി ആറിക്കഴിഞ്ഞ് ചെയ്താൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് വേണ്ടതെങ്കിൽ ഫുള്ളി ചൂടാറണതിന് മുന്നേ ഇങ്ങനെ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കൊരു പിസ്തയോ ബദാമോ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി കോക്കനട്ട് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒരല്പം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതിൽ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ചീത്തയായി കണ്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ സ്ക്വയറായിട്ടോ ഡയമണ്ട് ഷേപ്പിലൊക്കെ എടുക്കണമെങ്കിൽ ഇത് കുറച്ച് നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ആറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കത്തിമേൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമനുസരിച്ച് ഗാർണിഷ് ചെയ്യാം, ഇതിൽ ചെയ്ത പോലെ. അപ്പം ഇത് ഞാനിവിടെ ആമണ്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിസ്ത വേണമെങ്കിൽ പിസ്ത വയ്ക്കാം, നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ ഡ്രൈഡ് റോസ് പെറ്റൽസ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ മാംഗോ ബർഫി അതല്ലെങ്കിൽ മാംഗോ പേട റെഡി ആയിരിക്കണോ. അപ്പോൾ നമ്മുടെ സ്വീറ്റ് അങ്ങനെ റെഡിയായി. ഇവിടെ ഒരെണ്ണം കഴിച്ചു നോക്കാം അല്ലേ. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയണതല്ല, പക്ഷെ ആക്ച്വലി നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായവും പറയണം. ഓക്കെ, അപ്പോൾ പിന്നെ ശരി, ബൈ ഫോർ നൗ.